കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ അന്തിമ ചർച്ചകൾ തുടരുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപനമുണ്ടാകും. ഇന്നലെ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കി. മധ്യപ്രദേശിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കായി ഇന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും. നോബൽ മാറിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത്? അമേഠിയും റായ്ബറേലിയും തൽക്കാലം മാറ്റിയിടാൻ തന്നെയാണോ തീരുമാനം? നികേഷ്, കോൺഗ്രസിന്റെ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്നും യോഗം ചേരുന്നുണ്ട്. ചൊവ്വാഴ്ച, ബുധനാഴ്ച, ഇന്ന് ഇങ്ങനെ 3 ദിവസമായാണ് യോഗം ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ 3 ദിവസം യോഗം നടക്കുമ്പോഴും സ്ഥാനാർത്ഥി പട്ടിക ഒന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുവരെ 2 ഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ ചേർന്ന യോഗത്തിൽ മഹാരാഷ്ട്രയും രാജസ്ഥാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. മഹാരാഷ്ട്രയിലെ 19 സീറ്റിൽ ചർച്ച നടത്തുകയും 12 സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമായും ബീഹാർ, അതോടൊപ്പം തന്നെ മധ്യപ്രദേശ്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചർച്ചകളാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ 3 ദിവസത്തെയും പ്രത്യേകത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്നിട്ടില്ല. അതൊരു പ്രത്യേക സംവിധാനമായി തന്നെ ചർച്ച ചെയ്യാം എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത് എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഒരു പട്ടിക പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2 ഘട്ടത്തിൽ തന്നെ പട്ടിക വന്നതിന് ശേഷം അതിലും വളരെ കുറച്ച് സ്ഥാനാർത്ഥികൾ, മൊത്തം 82 സ്ഥാനാർത്ഥികളെ മാത്രമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ആ സാഹചര്യത്തിൽ എത്രയും വേഗം സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ട്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഏറെക്കുറെ സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടുണ്ടെങ്കിലും ഇന്നത്തേത് കൂടി ചേർന്ന ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. അതൊരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മരുമകൻ അടക്കമുള്ളവർ കർണാടകയിൽ നിന്ന് ജനവിധി തേടും എന്നാണ് നമുക്ക് വിവരങ്ങൾ ഉള്ളത്. അത്തരത്തിൽ കർണാടകയുമായി ബന്ധപ്പെട്ടും തെലങ്കാനയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ രൂപം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പൂർണ്ണമായും ചർച്ചയ്ക്ക് ശേഷം മാത്രം, അതായത് ഇന്നിപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അതൊരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടാകും എന്നാണ് കോൺഗ്രസിന്റെ അടുത്ത ഘട്ടം സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തയ്യാറാകുന്നു എന്നാണ് നോബൽ മാറിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.